നിങ്ങളെന്തിനാ ഈ അസമയത്ത് ഇപ്പോൾ യാത്ര പോകുന്നത്? രാവിലെ പോയ പോരെ? ഞാൻ താമസിക്കുന്ന ഹോട്ടൽ പ്ലാസ ഡി മയോറിലെ റിസപ്ഷനിലിരിക്കുന്ന പയ്യനെ എന്നോട് ചോദിച്ചേ. അപ്പോൾ എനിക്കൊരു പേടിയായി. കാരണം എനിക്ക് ഈ രാത്രി 2:30-ക്ക് ഇപ്പോൾ പുറപ്പെട്ടെങ്കിൽ പുലർച്ചെ 5 മണിക്കുള്ള ഫ്ലൈറ്റിൽ കുസ്കോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ റിസപ്ഷനിലേക്ക് ചെന്ന് ഈ പയ്യനെ വിളിച്ചത് എനിക്ക് രാത്രി 2:30-ക്ക് എയർപോർട്ടിലേക്ക് പോകാൻ ടാക്സി കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പെറുവിൻ്റെ തലസ്ഥാനമായ ലിമ കൊള്ളക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും ഒരു നാടാണെന്നാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദിവസവും ഇന്നും പകലും എനിക്ക് അങ്ങനെയല്ല അനുഭവം ഉണ്ടായത്. പക്ഷേ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് രാത്രി 2:30-ക്ക് നഗരം ഉറങ്ങുന്ന സമയത്ത് തനിച്ച് എങ്ങനെ ഒരു ടാക്സി വിളിച്ച് എയർപോർട്ടിലേക്ക് പോകുമെന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ പയ്യനോട് ഞാൻ ഒരു ടാക്സി, നിങ്ങളുടെ പരിചയത്തിലുള്ള ടാക്സിക്കാരനെ വിളിച്ചു വരുത്താൻ പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ. പലരെ വിളിച്ചു. ആദ്യത്തെ 2-3 പേരെ വിളിച്ചവർ കുറേ നേരം ഇവർ സംസാരിച്ചു. അവൻ ഫോൺ വെച്ചു. അവർ പറഞ്ഞ് രാത്രി 2:30-ക്ക് വരാൻ അവർ തയ്യാറല്ലത്രേ, അവർ ഉറങ്ങുന്ന സമയമാണ്. ഒടുവിൽ ഇയാൾക്ക് വലിയ പരിചയമില്ലാത്ത സമ്മതിച്ച ഒരാളോട് 2:30-ക്ക് ഹോട്ടലിന് മുമ്പിലെത്താൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചെറിയൊരു ആശങ്കയോടെ മുറിയിലേക്ക് പോയി. 10-10:30 മുതൽ പുലർച്ചെ ഒരു 2 മണി വരെ കിടന്നുറങ്ങി. 2:30-ക്ക് റെഡിയായി റിസപ്ഷനിലെത്തി. അപ്പോൾ ആ പയ്യൻ അവിടെ ഒരു സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവനെ ഞാൻ വിളിച്ചേൽപ്പിച്ചു. ഞാൻ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഈ പയ്യൻ എൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി വന്നു. ടാക്സിക്കാരനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ആ സമയം കൊണ്ട് ഈ ടാക്സിയുടെ നമ്പരൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നിലെ സീറ്റിൽ കയറിയിരുന്നു. ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 1 മണിക്കൂർ മിച്ചം യാത്രയുണ്ട്. രാത്രി ആയതുകൊണ്ടും ഈ സമയത്ത് നഗരം ഉറങ്ങുകയാണ്, ട്രാഫിക് തീരെ ഇല്ലാത്ത സമയമായതുകൊണ്ടും കുറച്ച് നേരത്തെ എത്തുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇരുൾ പരന്ന തെരുവുകളിലൂടെ, ഒരു മനുഷ്യനോ ഒരു വാഹനവും ഇല്ലാത്ത തെരുവുകളിലൂടെ ഈ രാത്രി 2:30 കഴിഞ്ഞ സമയത്ത് ഞാനും ഈ ടാക്സി ഡ്രൈവറും തനിച്ച് യാത്ര ചെയ്യുകയാണ്. ഇവനാണ് ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും അറിയില്ല. ഒന്നും ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനില്ല. എൻ്റെ കയ്യിൽ ആകപ്പാടെയുള്ള തെളിവെന്ന് പറയുന്നത് ഈ എൻ്റെ ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്തെടുത്ത ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാത്രമാണ്. ക്യാമറയും ഈ സമയമായപ്പോഴത്തേക്ക് ഞാൻ ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് കാറിനകത്ത് കയറിയിരിക്കുന്നത്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ, ആദ്യ ദിവസം രാത്രി പ്ലാസ ഡി മയോറിൽ ഞാൻ വന്ന് ഇറങ്ങിയതും ആദ്യത്തെ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ആ നഗരത്തിലെ ഒരു വ്യക്തി തന്നെയായി മാറിയതും പിന്നെ രാത്രി മുഴുവൻ ആ കാഴ്ചകളിലൂടെ പോയതുമൊക്കെ. പിറ്റേന്ന്, അതായത് ഇന്നലെ പകലും ഞാൻ ഈ നഗരത്തിൻ്റെ പല കാഴ്ചകളിലേക്ക് പോയി. നഗര ചത്വരത്തിൽ നിന്ന്, പ്ലാസ ഡി മയോർ എന്ന് പറയുന്ന ഈ വലിയ ചത്വരത്തിൽ നിന്ന് പല സ്ട്രീറ്റുകൾ നീണ്ടുപോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇത്തരത്തിൽ പല സ്ട്രീറ്റുകളിലൂടെ നമ്മൾ ചെല്ലുന്നത് ചരിത്രമുറങ്ങുന്ന വലിയ സംഭവങ്ങൾ നടമാടിയ ചരിത്ര നിർമ്മിതികൾക്ക് മുമ്പിലേക്കാണ്. ചിലത് മൊണാസ്ട്രികളാവാം, മറ്റു ചിലത് പള്ളികളാവാം, ചിലത് കോൺവെൻറ്റുകളാവാം, ചിലത് വിദ്യാലയങ്ങളാവാം, ചിലത് കൊട്ടാരക്കെട്ടുകളാവാം. ഇതൊക്കെ നടന്ന് ചിത്രീകരിച്ചു. അവിടുത്തെ പല പല കാഴ്ചകളിലേക്ക് പോയി. പിന്നെ ഇത് ഓൾഡ് ടൗൺ ആണെങ്കിൽ മിറാഫ്ലോറസ് എന്ന് പറയുന്ന ഒരു ആധുനിക നഗരമുണ്ട് ലിമയ്ക്ക്. അതിഗംഭീരമായൊരു നഗരം. നമ്മൾ അവിടെ പോയി നിന്ന് നമ്മൾ പെറുവിലാണെന്നും ലിമ എന്ന തലസ്ഥാന നഗരത്തിലാണെന്നും നമ്മളോട് ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ വിചാരിക്കുക അമേരിക്കയിലെ USA-യിലെ ഏതെങ്കിലും ആധുനിക നഗരത്തിലാണെന്നാണ്. അതിഗംഭീരമായി ഡിസൈൻ ചെയ്ത, അതിഗംഭീരമായ നിർമ്മിതികൾ നിറഞ്ഞ, ഏറ്റവും പ്രൊഫഷണലായ സംവിധാനങ്ങളുള്ള ഒരു ഗംഭീര നഗരമാണ് ലിമയിലെ ഈ മിറാഫ്ലോറസ് ഏരിയ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരൊക്കെ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങി, വീട് വാങ്ങി താമസിക്കുന്നൊരു സ്ഥലം. അതിലൂടെ എല്ലാം പല കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചരിച്ചു. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു വലിയ ക്ലിഫുണ്ട് കടൽ തീരത്ത്. ഒരു വലിയ ഉയർന്ന സ്ഥലമാണ്. ആ ക്ലിഫിൻ്റെ മുകളിലാണ് മിറാഫ്ലോറസിൻ്റെ നഗരഭാഗങ്ങൾ. താഴെ കടലാണ്, കടൽ തീരമാണ്, തിരയടിക്കുന്ന കടലാണ്, ബീച്ചാണ്. ആ ബീച്ചിനോട് ചേർന്ന് നല്ല പാതകൾ നീണ്ടു പോകുന്നുണ്ട്. ആ പാതകളുടെ പേര് ബീച്ച് സർക്യൂട്ട് എന്നാണ്. ഈ ബീച്ച് സർക്യൂട്ടുകളുടെ ഒരു യാത്ര തന്നെ അതിഗംഭീരമാണ്. ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്നാൽ ഈ ബീച്ച് സർക്യൂട്ട് കാണാം. ബീച്ച് സർക്യൂട്ടിൻ്റെ ഓരങ്ങളിൽ ക്ലബ്ബുകൾ കാണാം, വമ്പൻ ക്ലബ്ബ് ഹൗസുകൾ കാണാം, വലിയ സമ്പന്നരുടെ ഉല്ലാസ കേന്ദ്രങ്ങൾ കാണാം, ബീച്ചിൽ പലതരം കലാപരിപാടികൾ നടക്കുന്നത് കാണാം. ഈ ക്ലിഫിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെയുമുണ്ട് ധാരാളം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റികൾ. നമ്മുടെ വർക്കലയിലെ ക്ലിഫൊക്കെ ആധുനീകരിച്ചാൽ എങ്ങനെയുണ്ടാവും? അതിൽ നിന്ന് സമാനതയില്ലാത്ത രീതിയിൽ പുരോഗമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ വർക്കലയൊക്കെ എങ്ങനെയായിരിക്കണം ഭാവിയിൽ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മിറാഫ്ലോറസിൻ്റെ ഈ ക്ലിഫിൽ പോയി നിന്നാൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ. ഏറ്റവും പ്രൊഫഷണലായ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഏറ്റവും ഗംഭീരമായ ഉദ്യാനങ്ങൾ, ഏറ്റവും ഗംഭീരമായ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റികൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, മോഡേൺ ബിൽഡിങ്ങുകൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും. എന്തിനേറെ ഈ ക്ലിഫിൽ നിന്ന് പാരാഗ്ലൈഡിങ് വരെ നടത്താം. അതായത് ഈ ക്ലിഫിൻ്റെ വക്കിൽ ധാരാളം പാരാഗ്ലൈഡിങ് സ്ഥാപനങ്ങളുണ്ട്. നമ്മളവിടെ ചെന്നാൽ ടാൻഡം പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അതായത് ഒരു ട്രെയിനർ കൂടെ വരും, നമ്മളെ ഇപ്പോൾ ഗ്ലൈഡിൻ്റെ കയറ്റും, നമ്മളെ അതിനകത്ത് കയറ്റി ബന്ധിപ്പിക്കും. ബന്ധിച്ചിട്ട് ഇവൻ്റെ ശരീരമായിട്ട് നമ്മളെ കണക്ട് ചെയ്തിടും. എന്നിട്ട് ഈ വക്കിൽ നിന്ന് നമ്മളിങ്ങനെ പറക്കും.
പിന്നെ കടലിന് മുകളിൽ കൂടെ ഇങ്ങനെ പറന്ന് ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യും. അതിഗംഭീരമായ അനുഭവമാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ പാരാഗ്ലൈഡ് ചെയ്യുന്ന ഈ ക്ലിഫിൻ്റെ വക്ക്. അതുകൂടാതെ തന്നെ ഈ മോഡേൺ സിറ്റിയുടെ വേറൊരു ഭാഗം, അതായത് ലിമയുടെ മോഡേൺ സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പുരാതനമായ ഇൻക സംസ്കാരത്തിൻ്റെയും ഇൻകകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഗോത്ര സമൂഹത്തിൻ്റെയും പുരാതന നഗരാവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. നഗരാവശിഷ്ടങ്ങൾ മാത്രമല്ല, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ, അവർ ബലി നൽകിയിരുന്ന സ്ഥലങ്ങൾ, അവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഒക്കെ ഉള്ള ഒരു പുരാതന ഭാഗത്തേക്ക് എത്തുന്നു. അതായത് പാശ്ചാത്യർ ഇവിടേക്ക് വന്നതിന് ശേഷം സ്പെയിൻകാർ 1400-കളിലും 500-കളിലും ഇവിടേക്ക് വന്ന് തദ്ദേശീയരെ കൺവേർട്ട് ചെയ്യുകയും കൊന്നൊടുക്കുകയും ചെയ്ത് അവരുടേതാക്കി മാറ്റിയതിന് ശേഷം മാത്രമല്ല ഇവിടെ സംസ്കാരമുണ്ടായത്. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തദ്ദേശീയമായ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗോത്രക്കാർക്ക് മുമ്പും ഗോത്ര സമൂഹങ്ങൾ അവിടെ വസിച്ചിരുന്നു. അവർക്കും പിരമിഡുകളുണ്ടായിരുന്നു, അവർക്കും വലിയ ക്ഷേത്ര കോംപ്ലക്സുകളുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ സന്ദർശിച്ചു, ചിത്രീകരിച്ചു. ഈ ഇൻക ഗോത്രങ്ങൾക്ക് മുൻപ് അവിടെ താമസിച്ചിരുന്ന ഗോത്രത്തിൻ്റെ പേരെന്താണെന്ന് അല്ലെങ്കിൽ അവരെക്കുറിച്ച് വിശദമായ അറിവുകളൊന്നുമില്ല. പക്ഷേ അവരുടെ വലിയൊരു പിരമിഡ് അവിടെയുണ്ട്. വലിയൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടല്ല പണിതിരിക്കുന്നത്, മൺകട്ടകൾ കൊണ്ട് പണിത പിരമിഡാണ്. വക്കാപ്പുക്ലാന എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത്. ഈ വക്കാപ്പുക്ലാനയിലേക്ക് ഞാൻ പോയി. വക്കാപ്പുക്ലാനയിൽ നമുക്ക് നേരിട്ട് കയറി അങ്ങ് ചെല്ലാൻ പറ്റില്ല. അവിടെ ഒരു ഗൈഡുണ്ട്. ഗൈഡ് നമ്മളെ ഓരോ സ്ഥലത്തൂടെ കൊണ്ടുപോയി ആ പുരാതന അവശിഷ്ടങ്ങൾ, ആ കാലത്തെ ജീവിത രീതികൾ, അക്കാലത്തെ അവരുടെ ആരാധനാ രീതികൾ, അക്കാലത്തെ നരബലിയുടെ രീതികൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ നടന്ന സ്ഥലങ്ങൾ കാണിച്ചു തരും. ഏതാണ്ട് 3-4 കിലോമീറ്റർ നമുക്ക് നടക്കാനുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണത്. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ മമ്മികളുണ്ട്. ഇവിടെ മമ്മിഫൈ ചെയ്തിരുന്നു. അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ്റെ നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം വിചിത്ര വിശ്വാസങ്ങളുണ്ടായിരുന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതായത് മരണശേഷം നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകണമെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ട്. അതായത് സ്വർഗത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഏറ്റവും പ്രാകൃതരായ മനുഷ്യർക്ക് പോലും ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും അതൊക്കെ അബദ്ധങ്ങളായിരുന്നു എന്ന് മനുഷ്യർ വിശ്വസിക്കുന്ന മട്ടിൽ പുതിയ വിശ്വാസങ്ങൾ വന്നു. അതായത് ഓരോ വിശ്വാസവും 10, 1000, 2000 കൊല്ലം വലിയ വിലപ്പെട്ട, ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത വിശ്വാസങ്ങളായി നിൽക്കുകയും പിന്നീട് 1000 കൊല്ലം കഴിഞ്ഞ് വരുന്നവർക്ക് അതൊരു പരിഹാസ്യമായ ഒരു വിശ്വാസമായിട്ട് തോന്നുകയും ചെയ്യും. അതാണല്ലോ പിരമിഡ്, ഈജിപ്തിലെ പിരമിഡുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ സിയാൻ, ചൈനയിലെ സിയാനിലേക്ക് ചെല്ലുമ്പം ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ ടെറാക്കോട്ട പ്രതിമകൾ മണ്ണിൽ കുഴിച്ചിട്ട നിലയെ കണ്ടെത്തിയെടുത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ കാണുന്നത് എന്താണ്? അവിടുത്തെ രാജാവിന് മരണാനന്തര ജീവിതത്തിൽ വേണ്ട പട്ടാളക്കാരെ പ്രതിമകളായിട്ട് കുഴിച്ചിട്ടതാണ്. അന്നുമുണ്ടായിരുന്നു സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഈജിപ്ഷ്യൻ പിരമിഡുകളിൽ മമ്മിഫിക്കേഷൻ നടത്തുമ്പോൾ രാജാവിനെ, ചക്രവർത്തിയെ, ഫറവോയെ ഇത്ര ആഢ്യത്വത്തോടെ വലിയ വമ്പൻ പിരമിഡുകളിലാക്കി കുഴിച്ചിടുമ്പോഴും അവർക്കും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. പല നാടുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എന്തിനേറെ മെക്സിക്കോയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ വലിയൊരു കുളത്തിനകത്ത് ഞാൻ ഇറങ്ങി. കുളം എന്ന് പറഞ്ഞൊരു കുടം പോലത്തെ കുളമാണ്. അതായത് മുകളിൽ ചെറിയൊരു വായേ ഉള്ളൂ. അതിലൂടെ നമുക്ക് ഗോവണി വഴി താഴേക്ക് ഇറങ്ങാം. ഒരു 5 നില കെട്ടിടത്തിൻ്റെ ഉൾഭാഗം പോലെയാണ്. അതിനുള്ളിൽ വലിയൊരു ജലാശയമാണ്. ഈ ജലാശയത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് 100 കണക്കിന് മനുഷ്യൻ്റെ തലയോട്ടികളാണ്. എന്തായിരുന്നെന്നറിയാമോ? മനുഷ്യബലി നടത്തിയിട്ട് അവരുടെ തലയിട്ടിരുന്നതാണ്. അതായത് ഒരു പ്രമാണി മരിക്കുമ്പോൾ അയാളുടെ കൂടെയുള്ളവരെയും അയാളുടെ അനുചരന്മാരെയും അയാളുടെ വേലക്കാരെയും ദാസിരെയും ഒക്കെ ഈ കൂടെ കൊന്ന് അവരെയും കൂടെ കാലപുരിക്ക് അയക്കും. എന്തിനാണെന്നറിയാമോ? പ്രമാണിക്ക് സ്വർഗത്തിൽ ചെന്നാലും സപ്പോർട്ടിന് ആൾ വേണം, അനുചരന്മാർ വേണം, സഹായികൾ വേണം, ഭടന്മാർ വേണം. അതിനവരെയും കൂട്ടക്കൊല നടത്തുന്ന വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ആ ജീവിച്ചിരുന്ന കാലത്ത്, പിരമിഡ് പോലെ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്ത് തിരുത്താനാവാത്ത വിശ്വാസങ്ങളായിരുന്നു ഇതൊക്കെ. അതൊക്കെ പരമപരിപാവനമായ വിശ്വാസങ്ങൾ തന്നെയായിരുന്നു. അതിനെ ചോദ്യം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞ് കൊന്നിരുന്നു അക്കാലത്ത്. ചൈനയിലെ ചക്രവർത്തി ഇങ്ങനെ ചെയ്യുമ്പോഴും അത് അന്ന് വളരെ ശരികൾ തന്നെയായിരുന്നു. ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അത് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥകൾ മാത്രമായി മാറുന്നു നമ്മൾ കാണുന്നു. അങ്ങനെയാണ് വക്കാപ്പുക്ലാന എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ച. അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം മമ്മിഫൈ ചെയ്തിരിക്കുന്നു, ഒപ്പം 2 പെൺകുട്ടികളുടെയും മൃതദേഹം. ഈ സ്ത്രീ മരിച്ചപ്പോൾ അവളുടെ ഒപ്പം അനുചരന്മാരായി, അവളുടെ കൂട്ടുകാരികളായി, പരിചാരകരായി പോകാൻ വേണ്ടി 2 പെൺകുട്ടികളെ ബലി കൊടുത്തതാണത്. ഞാനിതൊക്കെ ഓർത്തിരിക്കുമ്പോഴത്തേക്കും കാറ് വിമാനത്താവളത്തിൻ്റെ മുന്നിലെത്തി. കൂലി കൊടുത്തു. ഞാൻ വിമാനത്താവളത്തിനുള്ളിലേക്ക് നടന്നു. ജോർജ് ഷാവേസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാനിനി പോകുന്നത് ഈ പെറുവിലേന്ന് മാത്രമല്ല, അമേരിക്കൻ നാടുകളുടെ തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കുസ്കോ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ്. കുസ്കോ പെറുവിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു നഗരമാണ്. ആൻഡീസ് പർവ്വതനിരയുടെ ഓരങ്ങളിലെ ഒരു ചരിത്ര നഗരം. പെറുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ, ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാം കുസ്കോ.
പെറുവിലെത്തിയാൽ, ലിമയിലെത്തിയാൽ കുസ്കോയിലേക്ക് പോകണം. കുസ്കോയിലേക്ക് 2-3 വഴികളുണ്ട്. നമുക്ക് ബസ്സിൽ പോകാം. പക്ഷേ അത് ഈ ആൻഡീസ് പർവ്വതം കയറി ഇറങ്ങിപ്പോകണം. ആൻഡീസ് പർവ്വതം എന്ന് പറഞ്ഞാൽ ചെറിയ പർവ്വതനിരയല്ല കേട്ടോ, ആൽപ്സിനേക്കാൾ വമ്പൻ പർവ്വതനിരയാണ്. തെക്കേ അമേരിക്കയുടെ നട്ടെല്ല് പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പർവ്വതനിരയാണ് ആൻഡീസ് പർവ്വതം. ഈ ആൻഡീസ് പർവ്വതത്തിൻ്റെ പല ഭാഗങ്ങളും മഞ്ഞു മൂടിയതാണ്, മഞ്ഞുറഞ്ഞ കൊടുമുടികളാണ്. 5000-6000 മീറ്റർ വരെ ഉയരമുള്ള കൊടുമുടികൾ ഈ പർവ്വതത്തിലുണ്ട്. ഇതിനെയെല്ലാം ക്രോസ് ചെയ്താണ് നമ്മൾ ഈ കുസ്കോയിലേക്ക് എത്തുന്നത്. പെറൂവിയൻ എയർലൈൻസിലാണ് പോകുന്നത്. ലിമയിൽ നിന്ന് രാവിലെ 5 മണിക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യും. സത്യത്തിൽ 1 മണിക്കൂർ മിച്ചം സമയം കൊണ്ട് നമ്മൾ കുസ്കോയിലെത്തും. യാത്ര തുടങ്ങുമ്പോൾ ഇരുട്ടാണ്, പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്കും നേരം വെളുത്തു തുടങ്ങി. ഈ നേരം വെളുത്തു തുടങ്ങിയ സമയത്ത് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ ആൻഡീസ് പർവ്വതത്തിൻ്റെ കൊടുമുടികളാണ്, മഞ്ഞു മൂടിയ മലനിരകളാണ്. കുറേ കഴിയുമ്പോൾ മഞ്ഞു മൂടിയ മലനിരകൾ കഴിഞ്ഞ് പച്ചപ്പുള്ള മലനിരകളാവുന്നു. അവിടെ പെറുവിൻ്റെ ഗ്രാമങ്ങൾ കാണാം, ഗോത്ര ഗ്രാമങ്ങൾ. നമ്മൾ നേപ്പാളിലൂടെയോ ഭൂട്ടാനിലൂടെയോ ഒക്കെ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ്. അതേപോലെ തന്നെയുള്ള ഭൂപ്രദേശങ്ങൾ, ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഗ്രാമങ്ങൾ, മണ്ണ് കുഴച്ച് ഭിത്തി കെട്ടിയ വീടുകൾ, തകരം മേഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ, ചിലതൊക്കെ ഓടിട്ടിട്ടുണ്ട്, ചിലതൊക്കെ ഓലമേഞ്ഞ വീടുകളാണ്. അതായത് ഈ ലിമ നഗരം കാണുമ്പോൾ, അവിടുത്തെ മിറാഫ്ലോറസ് എന്ന് പറഞ്ഞ നഗരഭാഗം കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും ആഢ്യത്വമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. എന്നാൽ ഈ ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ, ഏറ്റവും പ്രാകൃതമായ, ഏറ്റവും അവഹിതമായ ഒരു നാട്ടിൽ നമ്മൾ നിൽക്കുന്നത് നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെയുള്ള ഗ്രാമങ്ങൾക്കെല്ലാം മുകളിലൂടെ പറന്ന് നമ്മൾ കുസ്കോയിലെ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും മണി 6 മണി കഴിഞ്ഞിരിക്കുന്നു, നേരെ നന്നായിട്ട് വെളുത്തിരിക്കുന്നു, സൂര്യപ്രകാശം പരന്നു തുടങ്ങിയിരിക്കുന്നു. അവിടെ ചെന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഡൊമസ്റ്റിക് എയർപോർട്ടാണ്, പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു കൗണ്ടറുണ്ട്, പ്രീപെയ്ഡ് ടാക്സി. ഞാനവിടെ പോയി ബുക്ക് ചെയ്തു. ഞാൻ ടാക്സിയിലേക്ക് ചെന്ന് കയറി. ടാക്സിക്കാരൻ എന്നെ, ഞാൻ പറഞ്ഞു കുസ്കോ പ്ലാസ മയോർ. ഇവിടെയും പ്ലാസ മയോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, മെയിൻ സ്ക്വയർ എന്നേ അർത്ഥമുള്ളൂ. മയോർ എന്ന് പറഞ്ഞാൽ മെയിൻ, പ്രധാനപ്പെട്ടത്. പ്ലാസ എന്ന് പറഞ്ഞാൽ സ്ക്വയർ, അതായത് മെയിൻ സ്ക്വയർ, അതാണ് നഗരത്തിൻ്റെ ഒത്ത ഹൃദയം. ഈ കുസ്കോയിലുമുണ്ട് ഒരു പ്ലാസ മയോർ, മനോഹരമായൊരു സ്ക്വയർ. അതിൻ്റെയും ഓരത്തുള്ളൊരു ഹോട്ടലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോസ്റ്റൽ എന്ന് വേണേൽ പറയാം. ഹോസ്റ്റൽ എന്ന് അവരും ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് റൂമാണ്, അതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഏതാണ്ട് 4500 രൂപയാണ് മുറി വാടക. അതുകൊണ്ടാണ് അത് ബുക്ക് ചെയ്തത്. 2 രാത്രി എനിക്ക് അവിടെ താമസിക്കുകയും വേണം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. പ്ലാസ മയോറിൽ എന്നെ ഇറക്കി വിട്ടാൽ മതി, ഹോട്ടൽ എനിക്കറിയാം. ഈ ഹോട്ടലിൻ്റെ അടുത്തേക്ക് ടാക്സി പോവില്ല, അതൊരു ഇടുങ്ങിയ വഴിയാണ്. ഈ സ്ക്വയറിൽ നിന്ന് ഒരു 10-20-30 അടി നടന്നാൽ മതി. അപ്പോൾ ആ സ്ക്വയറിൽ കൊണ്ട് ഇറക്കി വിട്ടാൽ മതി. ഞാനങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ വഴിയോരത്തൊക്കെ ആളുകൾ വന്നു തുടങ്ങി. 7 മണിയോടെ അടുത്തു ഈ സമയമായപ്പോഴത്തേക്കും. അപ്പോൾ സ്ക്വയറിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ട്രീറ്റിൽ കൊണ്ട് തന്നെ വിട്ടിട്ട് ടാക്സിക്കാരൻ പോയി. ഞാൻ ബാഗൊക്കെ എടുത്ത് ഈ സ്ക്വയറിലേക്ക് കയറി ചെല്ലുന്നു. നല്ല വെളിച്ചമാണ്, അതായത് രാവിലെ ഒരു 7 മണിയായ സമയമാണ്. ഈ ലിമയിലെ പ്ലാസ മയോറിൻ്റെ ഒരു ഇരട്ടിയോളം ഉണ്ട് ഇത്. എന്നു മാത്രമല്ല, അതിനേക്കാൾ ഗംഭീരം എന്ന് പറഞ്ഞാൽ ആധുനികമെന്നോ കൂടുതൽ ഗംഭീരമായ കെട്ടിടങ്ങളുണ്ടോ എന്നുള്ളതല്ല, കുറേ കൂടെ തനിമയുള്ള, കുറേ കൂടെ ഒരു 1500കളിലെ സ്ക്വയർ എങ്ങനെ ഇരിക്കുന്നു കാണണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. 1500കളിലെ സ്ക്വയർ, AD 1500കളിലെ സ്ക്വയറിനെ ഏതാണ്ട് അതുപടി നിലനിർത്തിയിരിക്കുകയാണ്. അതായത് ഈ സ്ക്വയർ തനി കല്ല വിരിച്ചിരിക്കുന്നത്, അതായത് മിനുസമുള്ള കല്ലൊന്നുമല്ല, മലകളിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന് ഇട്ട തരത്തിലുള്ള കല്ലുകൾ. പഴയ ക്ഷേത്രമുറ്റത്തൊക്കെ നമ്മൾ നടപ്പാത ഉണ്ടാക്കി വെക്കുമല്ലോ പണ്ടത്തെ കല്ലുകൾ കൊണ്ട്, ഏതാണ്ട് അതുപോലെ ചെറിയ കുഴികളും ഈ കുത്തുപാടുകളും ഒക്കെയുള്ള ഈ കല്ല്. അതിൻ്റെ ഒരു വശത്ത്, ഒരു ഭാഗത്ത്, ഈ സ്ക്വയറിൻ്റെ മധ്യഭാഗം പോലെ ഒരു ഭാഗത്ത് വലിയൊരു പള്ളിയുണ്ട്, ഒരു കത്തീഡ്രൽ ചർച്ച്, കുസ്കോയിലെ പ്രധാന ദേവാലയം. ഇതിന് ചുറ്റുമായിട്ട് വമ്പൻ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ മുഴുവൻ സ്പാനിഷ് ശൈലിയിൽ പണിത, അതായത് 1500കളിലെ സ്പാനിഷ് ശൈലിയിൽ പണിത 2 നിലയും കഷ്ടിച്ച് 3 നിലയും, മിക്കവാറും എല്ലാ കെട്ടിടവും 2 നിലയുള്ളതാണ്. അതിൻ്റെ എല്ലാം മുകളിലത്തെ നില ഈ സ്ക്വയറിലേക്ക് ഫേസ് ചെയ്യുന്ന മട്ടുപ്പാവോട് കൂടിയ, അല്ലെങ്കിൽ വലിയ വരാന്തകൾ, 2ാം നിലയിൽ വലിയ വമ്പൻ വരാന്തകളുള്ള ഓടുമേഞ്ഞ കെട്ടിടങ്ങളാണ്. ആ സ്ക്വയറിന് ചുറ്റുമായിട്ടാണ് നഗരത്തിലെ പുരാതന മന്ദിരങ്ങൾ മുഴുവൻ, പ്രധാനപ്പെട്ട പള്ളി, കഫറ്റീരിയകൾ, ടൂർ ബുക്കിംഗ് ഓഫീസുകൾ. ടൂറിസം മാത്രമാണ് കുസ്കോയുടെ കച്ചവടം ഇന്ന്. അതായത് യൂറോപ്യന്മാരും അമേരിക്കക്കാരും ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും എല്ലാം മാച്ചുപിച്ചുവിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ വന്നിറങ്ങേണ്ട സ്ഥലം കുസ്കോയാണ്. ഈ കുസ്കോ നഗരമാണ് മാച്ചുപിച്ചുവിനേക്കാൾ നിങ്ങളെ ആകർഷിക്കുന്നത്. മാച്ചുപിച്ചു തകർന്നു പോയ ഒരു നഗരത്തിൻ്റെ അവശേഷിപ്പുകളാണെങ്കിൽ, സജീവമായ ജീവിതം 1500കളിലേത് ഇന്നും കാണാൻ കഴിയുന്ന ഇൻകാ സംസ്കാരത്തിലെ ഇൻകാ ജനങ്ങളും അവരും സ്പെയിൻകാരും കൂടെ ചേർന്നുണ്ടായ സങ്കരയനമായ മെസ്റ്റിസോകൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും എല്ലാം ചേർന്ന മനുഷ്യരുള്ള, അവരുടെ സംസ്കാരമുള്ള, അവരുടെ ജീവിതം കാണാൻ കഴിയുന്ന അതിഗംഭീരമായൊരു പട്ടണമാണ് കുസ്കോ. ലോകത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു നഗരം ഏതെന്ന് ചോദിച്ചാൽ
അതിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിലൊന്ന് ഈ കുസ്കോ നഗരമായിരിക്കും. ദിവസങ്ങളോളം നമുക്ക് താമസിക്കാൻ തോന്നിപ്പോകും. മാത്രമല്ല ഈ 7 മണിക്കൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു 7 ഡിഗ്രി 8 ഡിഗ്രിയാണ് തണുപ്പ്. ഈ കുസ്കോ നഗരം തന്നെ ഏകദേശം 3000 ചില്ലുവാനം മീറ്റർ ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന്. ആൻഡീസ് പർവ്വതത്തിൻ്റെ ഒരു ചെരിവിലെ പട്ടണമാണ്. ഈ കുസ്കോ നഗരം തന്നെ ഒരു താഴ്വാരത്താണ്. ഇതിൻ്റെ ചുറ്റും മലനിരകളാണ്. ഈ മലനിരകൾ ഇങ്ങനെ ചെരിഞ്ഞ് ഈ ഇതിലേക്ക് വരികയാണ്. പണ്ട് ഇവിടുത്തെ ഗോത്ര രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഈ സ്ക്വയറായിരുന്നു കുസ്കോയുടെ നഗരം. ഇവിടെ പണ്ടൊരു വയലായിരുന്നു. അതായത് മലഞ്ചെരിവിൽ മലകളെല്ലാം ഇങ്ങനെ ഇതിനതിരിടുന്ന ഒരു താഴ്വാരത്തെ ഒരു കൃഷിയിടമായിരുന്നു. ഈ താഴ്വാരത്താണ് ഇൻകകളുടെ രാജാവ് പാച്ചാക്കുട്ടി എന്ന് പറയുന്ന രാജാവ് ഈ നഗരം പണിതത്. അതിഗംഭീരമായ ഒരു നഗരമായിരുന്നത്. കൂടാതെ ഇവർക്കൊരു സുവർണക്ഷേത്രം ഉണ്ടായിരുന്നു അക്കാലത്ത് ഇവിടെ. സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സുവർണക്ഷേത്രം. അത് കല്ലിൽ പണിതാണ്. കല്ലിൽ പണിതിട്ട് അതിൻ്റെ മേൽക്കൂര മുഴുവൻ സ്വർണ്ണ പാളികൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല ചില ഭാഗങ്ങൾ പാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, മറ്റ് ചിലയിടത്ത് സ്വർണം കൊണ്ട് വൈക്കോൽ പോലെ നാരുകൾ ഉണ്ടാക്കിയിട്ട് ആ നാരുകൾ കൊണ്ട് മേഞ്ഞിരുന്നു. സ്വർണ്ണ നാരുകൾ കൊണ്ട് മേഞ്ഞിരുന്നു. വൈഡൂര്യം, മരതകം തുടങ്ങിയ നിരവധി വിലയേറിയ രത്നങ്ങളും അമൂല്യ വസ്തുക്കളും കൊണ്ട് ഇതിനകം അലങ്കരിച്ചിരുന്നു. അത്ര ഗംഭീരമായ അത്ര പ്രൗഢമായ ഒരു ചരിത്രമുള്ള സ്ഥലമാണ് ഈ കുസ്കോ. ഇവിടേക്കാണ് ഫ്രാൻസിസ്കോ പിസാറോ എന്ന് പറയുന്ന സ്പാനിഷ് പര്യവേഷകൻ്റെ നേതൃത്വത്തിൽ ലിമയിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരികയും ഇവരുമായിട്ട് യുദ്ധം ചെയ്യുകയും അക്കാലത്ത് ഇൻകകളുടെ രാജാവായിരുന്ന അത്താഹു വാൽപ്പയെ പിടികൂടി ഈ നഗരഹൃദയത്തിൽ വെച്ച് കൊലപ്പെടുത്തുകയും കൊന്നുതള്ളി ഇത് സ്പാനിഷ് രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തത്, സ്പാനിഷ് പെറുവിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തത്. ഈ അത്താഹു വാൽപ്പയെ പിടികൂടി ഈ നഗരഹൃദയത്തിൽ കൊണ്ടുവന്ന് കത്തിക്കാനായിരുന്നു അവരുടെ പദ്ധതി. ഒരു തൂണിൽ കെട്ടിയിട്ട് കത്തിക്കാനായിരുന്നു ഇവരുടെ പരിപാടി. അത്താഹു വാൽപ്പയ്ക്ക് മാത്രമല്ല ഇൻകകൾക്കെല്ലാം ഉള്ളൊരു വിശ്വാസമുണ്ട്, ജീവനോടെ കത്തിയാൽ ഒരിക്കലും സ്വർഗം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറായിരുന്നു. ഒടുവിൽ ഒരു വ്യവസ്ഥ വെച്ചു, നീ ക്രിസ്ത്യാനിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിന്നെ കത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷേ ഒരു രാജാവ് എന്ന നിലയിൽ നിലനിർത്തുന്ന അപകടമാണെന്ന് ഈ ഫ്രാൻസിസ്കോ പിസാറയ്ക്കും അനുയായികൾക്ക് അറിയാമായിരുന്നു, സ്പെയിൻകാർക്ക് അറിയാമായിരുന്നു. ഒടുവിൽ ഇയാൾ മതപരിവർത്തനത്തിന് തയ്യാറായി. പക്ഷേ അയാളെ അവിടെ വെച്ച് വധിക്കുക തന്നെ ചെയ്തു, കത്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ രാജാവ് സ്വർഗരാജ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെ മരണമടഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഈ ഇൻകകളെല്ലാം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു സ്പാനിഷ് രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷ ഇൻകകളും മിക്കവാറും എല്ലാ ഇൻകകളും ക്രിസ്ത്യാനികളായിട്ട് മാറി. അങ്ങനെയാണ് ലാറ്റിൻ അമേരിക്ക മുഴുവൻ ക്രിസ്ത്യൻ രാജ്യങ്ങളായി മാറിയതിൻ്റെ കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നാണ് ഇന്നത്തെ പെറുവും ഇന്നത്തെ ചിലിയും ഇന്നത്തെ ബ്രസീലും ഇന്നത്തെ അർജൻറ്റീനയും എല്ലാം ഉണ്ടായത്. ഈ രാവിലത്തെ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർ സംഘങ്ങൾ യൂറോപ്പിൽ നിന്നും നോർത്ത് അമേരിക്കയിൽ നിന്നും ഒക്കെയുള്ള ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ഹോട്ടലുകളും ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഹോസ്റ്റലുകളും ഒക്കെയാണ് ഈ സ്ക്വയറിന് ചുറ്റും. ഈ സ്ക്വയറിന് ചുറ്റും മാത്രമല്ല, ഈ സ്ക്വയറിന് ചുറ്റും ഞാൻ പറഞ്ഞല്ലോ മലനിരകളാണ്. കുറച്ച് പൊന്നിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ മലനിരകളുടെ ചെരുവുകളിൽ മുഴുവൻ നഗരം അങ്ങ് വളർന്നു വളരുകയാണ്. ഈ പടർന്നു വളർന്ന നഗരങ്ങളിലൊക്കെ സാധാരണ കെട്ടിടങ്ങളാണ്, പലതും ചുവര് തേക്കാത്ത കോളനികൾ പോലെ ചേരികൾ പോലെ കിടക്കുന്ന കെട്ടിടങ്ങളാണ്. അതിനകത്തും ഹോസ്റ്റലുകളും ഹോം സ്റ്റേകളും ഉണ്ട്. അങ്ങനെ നിരവധി സാധാരണക്കാരുടെ വീടുകൾ അതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവാരമുള്ള കുറേ നല്ല 5 സ്റ്റാർ ഹോട്ടലുകളും ഈ കുസ്കോയിലുണ്ട്. ഈ ടൂറിസ്റ്റുകളൊക്കെ രാവിലെ ഈ സ്ക്വയറിലേക്ക് ഇറങ്ങും, പുറത്ത് കൂറ്റൻ ഭാണ്ഡവുമായിട്ട്. ഈ കുസ്കോയിൽ വരുന്നവരെ ഒരു ദിവസം കുസ്കോ കാണാൻ ചിലവഴിക്കും. സാധാരണ അങ്ങനെയാണ്, 1 അല്ല 2 ദിവസവും കുസ്കോ നഗരവും അതിൻ്റെ പരിസരത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകും. എന്നാൽ ഒരു 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇവരിവിടുന്ന് മാച്ചുപിച്ചുവിലേക്ക് യാത്രയാകും. ഈ മാച്ചുപിച്ചുവിലേക്ക് യാത്രയാകുന്ന 2 രീതിയിലാണ്. ഒന്നുകിൽ ഇവിടുന്ന് നമുക്ക് ട്രെയിനിൽ പോകാം മാച്ചുപിച്ചു വരെ. മാച്ചുപിച്ചുവിൻ്റെ തൊട്ട് താഴ്വാരത്തുള്ള നഗരം വരെ നമുക്ക് ട്രെയിനിൽ പോകാം. എന്നിട്ട് അവിടുന്ന് ബസ്സിൽ നമുക്ക് മാച്ചുപിച്ചു ഒരു മലമുകളിലാണ്, അവിടേക്ക് പോകാം. അതല്ലെങ്കിൽ മറ്റൊരു യാത്രയുണ്ട്. മല കയറി ഇറങ്ങി, വനങ്ങൾ കയറി ഇറങ്ങി, പഴയ ഇൻക സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ള പല പുരാതന നഗരങ്ങളും പിന്നിട്ട് ഒരു 2 ദിവസം കൊണ്ട് നടന്നെത്തുന്ന മാച്ചുപിച്ചുവിലേക്കുള്ള യാത്ര. അതിന് ഗൈഡുകളുണ്ട്, അത് സംഘടിപ്പിക്കുന്ന ടൂർ കമ്പനികളുണ്ട്. അപ്പോൾ ഈ സ്ക്വയറിൽ രാവിലെ വന്ന് ഇറങ്ങുന്ന ടൂറിസ്റ്റുകൾ ഓരോരോ സംഘങ്ങളായിട്ട് സ്ക്വയറിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവിടെ വലിയ ലഗേജുകളും കെട്ടും ഒക്കെയുണ്ട്. നടക്കുന്നതിനുള്ള വാക്കിംഗ് സ്റ്റിക്കുണ്ട്, ടെൻ്റ് അടിച്ച് രാത്രി താമസിക്കാനുള്ള കൂടാരങ്ങളുണ്ട്, ഭക്ഷണം പാകം ചെയ്യാനും കഴിക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാമായിട്ട് പർവ്വതാരോഹകരെ പോലെയാണ് ഇവർ വന്നിരിക്കുന്നത്. അവർക്കൊക്കെ ഓരോ ഗൈഡും ഉണ്ടാവും. അപ്പം ഈ പള്ളിയുടെ മുറ്റത്തും അതിൻ്റെ തിണ്ണയിലും ഒക്കെ ടൂറിസ്റ്റുകളുടെ സംഘങ്ങൾ വന്നു തുടങ്ങി. ഈ ചുറ്റുമുള്ള സ്ക്വയറിന് ചുറ്റുമുള്ള പുരാതന കെട്ടിടങ്ങളിലെല്ലാം തിണ്ണകളിലെ കടകൾ പയ്യെ തുറന്നു തുടങ്ങാന്ന് പറഞ്ഞാൽ അതെല്ലാം സുവനീർ ഷോപ്പുകളാവാം, കരകൗശല വസ്തുക്കളുടെ ഷോപ്പുകളാകാം, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററുകളാവാം, ടൂർ ബുക്കിംഗ് ഓഫീസുകളാകാം, ഹോട്ടലുകളാകാം, ബിയർ പാർലറുകളാകാം, റെസ്റ്റോറൻറ്റുകളാവാം. ഇങ്ങനെ മുഴുവൻ ടൂറിസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന
സ്ഥാപനങ്ങളാണ്. അപ്പോൾ കുറേ നേരം ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തു. ഇത്ര സമയം സ്പെൻഡ് ചെയ്യാനൊരു കാരണമുണ്ട്. ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ദിവസം മുതലാണ് ഇവിടെ. അപ്പോൾ ഇന്ന് സാധാരണഗതിയിൽ ഒരു 11 മണി കഴിഞ്ഞിട്ടേ ഇന്നത്തെ ചെക്ക് ഇൻ ആരംഭിക്കുകയുള്ളൂ. കാരണം ഇന്നലെ രാത്രി വന്ന് കിടക്കുന്നവരൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടേ സാധാരണഗതിയിൽ പുതിയൊരു ദിവസത്തെ ഗസ്റ്റുകളെ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പയ്യെ ഹോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നു. ഒരിടത്തെരുവിലാണെന്ന് എനിക്കറിയാം. എനിക്ക് ആ സ്ട്രീറ്റിൻ്റെ പേരൊക്കെ അറിയാം. അത് കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. ആ ഹോട്ടലിൻ്റെ പേര് ഹോട്ടലല്ല, അത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൻ്റെ പേര് ഹോസ്റ്റൽ അൽ പെരിഗ്രീനോ എന്നാണ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ക്വയറിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് അത് ചെറിയൊരു ബോർഡുണ്ട്. അത് കണ്ട് കയറി ചെല്ലുമ്പോൾ ചെറിയൊരു റിസപ്ഷനാണ്. ആ റിസപ്ഷനിലൊരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു ഞാനിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ചോദിച്ചു ഇന്നലെ രാത്രിയിലാണോ? അല്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ രാവിലെയാണ്. അയ്യോ ഉച്ചയ്ക്കല്ലേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ മുറി വല്ല ഒഴിവുണ്ടോ ഒന്ന് നോക്കൂ. അപ്പോൾ അവർ പറഞ്ഞു കാണാൻ വഴിയില്ല, റൂംസ് ഒന്നും ഒഴിവില്ല, ഡോർമെറ്ററിയുടെ ഒരു മുറി ഒഴിവുണ്ട്, അതിൽ 3 ബെഡുള്ളതാണ്. നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന മുറിയല്ലേ? ഞാൻ പറഞ്ഞു മുറിയാണ്. മുറി ആകുമ്പോൾ എനിക്ക് തന്നാൽ മതി, അതുവരെ എനിക്ക് ഈ ബാഗൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് എനിക്കൊന്ന് ഫ്രഷായി പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു വാ നോക്കാം, വന്ന് നോക്കൂ. അങ്ങനെ അവരെന്നെ കൂട്ടിക്കൊണ്ട് ഈ മുറിയിലേക്ക് പോയി. അപ്പോൾ 3-4 പേർക്ക് താമസിക്കാവുന്ന ഒരു ചെറിയൊരു ഡോർമെറ്ററി പോലത്തെ ഒരു ഗ്രൂപ്പായിട്ടുള്ള അക്കോമഡേഷനുള്ള ഫെസിലിറ്റിയാണ്. അതിനകത്ത് ഇന്ന് ആരും ഇല്ലായിരുന്നു. ഇവിടെ അകത്ത് ബാഗ് വെച്ചോളൂ, നിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിക്കാം, എന്നിട്ടൊരു കാര്യം ചെയ്തോളൂ, ഒരു 10:30 കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 11 ആകുമ്പോഴത്തേക്ക് ഞാൻ മുറി ഫ്രീ ആക്കി തരാം, നിങ്ങൾക്കുള്ള റൂം റെഡിയാക്കി തരാം. വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞാൻ ബാഗൊക്കെ അവിടെ വെച്ചു. തരക്കേടില്ലാത്തൊരു മുറിയാണ്, പക്ഷേ സിംഗിൾ റൂമിൻ്റെ ഫെസിലിറ്റികളൊന്നുമില്ല. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. കുളിച്ചു, ഫ്രഷായി ഞാൻ ബാഗൊക്കെ ആ മുറിക്കകത്ത് തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ റിസപ്ഷനിലേക്ക് വന്നിട്ട് സ്ത്രീയോട് പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോവുകയാണ്, ഞാൻ ചിലപ്പോൾ വരുന്നത് ഉച്ച കഴിഞ്ഞോ വൈകിട്ടോ ആയിരിക്കാം. നിങ്ങൾ വേറെ ഗസ്റ്റ് ഇപ്പം ഞാൻ ബാഗ് വെച്ചിരിക്കുന്ന മുറിയിൽ വരികയാണെങ്കിൽ എൻ്റെ ബാഗ് എടുത്ത് നിങ്ങൾ റിസപ്ഷനിലോ എവിടെയെന്ന് മാറ്റി വെച്ചോളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി റെഡിയാക്കുന്ന മുറിയിലേക്ക് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ വൈകിട്ടേ വരൂ, കാരണം ഞാൻ നഗരത്തിന് പുറത്തെ ചില കാഴ്ചകളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ശരി കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോഴത്തേക്കും മണി 10 മണി കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി സ്ക്വയറിലേക്ക് വരുമ്പോഴേക്കും നേരെ ഏതാണ്ട് 10 മണിയായി. 10 മണിയാകുമ്പോൾ കഥയാകെ മാറി. സ്ക്വയർ വളരെ സജീവമായി. സ്ക്വയറിൻ്റെ ചുറ്റുമുള്ള ഈ 2 നിലയുള്ള പുരാതനമായ കെട്ടിടങ്ങൾ മുഴുവൻ, അതിനകത്തെ സ്ഥാപനങ്ങളെല്ലാം തുറന്നു കഴിഞ്ഞു. എല്ലാം കളർഫുള്ളായി. നേരത്തെ അടഞ്ഞു കിടന്ന ഷട്ടറിട്ട കടകളൊക്കെ അതിനകത്തെ വർണ്ണവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, ഗംഭീരമായ ആർട്ടിഫാക്ട്സ് ഇതെല്ലാം അങ്ങ് ഡിസ്പ്ലേ ചെയ്തതോടുകൂടി വേറൊരു നിറത്തിലായി, രൂപത്തിലായി, വൈബായി. എനിക്ക് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആദ്യം കാണേണ്ട സ്ഥലം ഇവിടുത്തെ ചന്തയാണ്. ഇന്ന് ചന്ത ദിവസമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ചന്തയിലേക്ക് പോകണം. ഇത്തരം നഗരങ്ങളിൽ, പ്രത്യേകിച്ച് പൈതൃകമുള്ള ലാറ്റിൻ അമേരിക്കൻ നഗരങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചന്തയൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് നടന്നു. അങ്ങോട്ട് നടക്കുമ്പോൾ വഴിയോരത്തെല്ലാം കച്ചവട വസ്തുക്കളുമായിട്ട് സ്ത്രീകളാണ് കൂടുതൽ. ഇങ്ക സ്ത്രീകൾ, ആ നാട്ടുകാരായ സ്ത്രീകൾ, പൊക്കം കുറഞ്ഞ സ്ത്രീകളാണ്. അവർക്കൊരു ചൈനീസ് മുഖഭാവങ്ങളാണ്, ഒരു മംഗോളിയൻ മുഖഭാവങ്ങളാണ്. നമ്മൾ മംഗോളിയയിലൂടെ നടക്കുമ്പോൾ കാണുന്ന സ്ത്രീകളുടെ അതേ മുഖഭാവങ്ങൾ. പൊക്കം തീരെ കുറഞ്ഞ് ഒരു കളർഫുള്ളായ പാവാടയൊക്കെ ഇട്ട് അതിന് പറ്റിയൊരു ബ്ലൗസ് ധരിച്ച് കാലിലൊരു കാലുറയൊക്കെ ഇട്ട് ഒരു സ്റ്റോക്കിൻസ് പോലത്തെ അല്ലെങ്കിൽ ഈ ലെഗിൻസ് പോലത്തെ ഒരു സാധനമൊക്കെ ഇട്ട് തലയിലൊരു വലിയ വട്ടത്തൊപ്പിയൊക്കെ വെച്ച് മിക്കവാറും പെണ്ണുങ്ങളുടെ പുറത്തൊരു തുണി കെട്ടി ഒരു കൊച്ചിനെയും തൂക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൊച്ചില്ലാത്തവരുടെ സ്ഥലത്ത് എന്തെങ്കിലും വസ്തുക്കൾ മേടിച്ച വലിയ ഭാണ്ഡം ഉണ്ടാവും, പുറത്ത് എന്തെങ്കിലും ഒരു ഭാരം ഇവർക്കുണ്ടാവും. ഇങ്ങനെ നടക്കുന്നവരാണ് ഈ പറഞ്ഞ ഇൻക സ്ത്രീകൾ, അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ആൾക്കാർ. സ്പെയിൻകാർ ഇത്രയും വർഷം ഇവിടെ ഭരിച്ചെങ്കിലും വലിയൊരു സ്പാനിഷ് സംസ്കാരം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ പെറുവിൻ്റെ ഉൾനാടുകളിലും ഈ കുസ്കോ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഇവിടുത്തെ പൂർവികരായ മനുഷ്യരുടെ ഇങ്ങേ തലമുറയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ, പുരുഷന്മാരും ഏതാണ്ട് അതേ രൂപഭാവങ്ങളാണ്. എന്നാൽ മെസ്റ്റിസോകൾ എന്ന് പറയുന്ന 2 പേരും കൂടെ സംഗമിച്ചുണ്ടായ വംശങ്ങളുമുണ്ട്. പക്ഷേ അവർക്കും കൂടുതലും ഒരു മംഗോളിയൻ ഭാവങ്ങളാണ്, അല്ലാതെ ഒരു തനി സായിപ്പായി ആരും മാറിയിട്ടില്ല. ഈ നാട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനവും നമ്മൾ ഈ നടക്കുന്ന കുസ്കോ പട്ടണത്തിൽ കാണില്ല. അവരൊക്കെ പച്ചക്കറി മേടിക്കുന്നത്, അവരൊക്കെ അരി മേടിക്കുന്നത്, അവർ തുണി മേടിക്കുന്നത് ഇവിടെ നമ്മൾ സംശയിച്ചു പോകും. കാരണം ഈ കടകളിലെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമാണ്. ഒരു തെരുവിലൂടെ നടന്ന് ചെല്ലുമ്പോൾ വേറൊരു സ്ക്വയറിലെത്തുന്നു. ആ സ്ക്വയറിൻ്റെ ഒരു പ്രധാന ഭാഗം മുഴുവൻ ഒരു പള്ളിയായിരിക്കും, ഒരു ക്രിസ്ത്യൻ ദേവാലയമായിരിക്കും, ഗംഭീരമായി പണിത ഒരു ക്രിസ്ത്യൻ ദേവാലയം. അതിന് ചുറ്റും കുറേ നല്ല മനോഹരമായ കെട്ടിടങ്ങൾ, കല്ല് വിരിച്ച ഒരു സ്ക്വയർ, അതിൻ്റെ ഓരങ്ങളിൽ കസേരകൾ അല്ലെങ്കിൽ ബെഞ്ചുകൾ, അവിടെ കുറേ ആളുകൾ വിശ്രമിക്കുന്നത്. നല്ല തണുപ്പുള്ള പ്രഭാതമാണ്. 6 ഡിഗ്രി 7 ഡിഗ്രിയൊക്കെയാണ് രാവിലെ ഞാൻ വന്നിറങ്ങുമ്പോൾ ഉള്ള തണുപ്പ്. ഇപ്പോൾ വെയിൽ ഉറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-12 ഡിഗ്രി സെൽഷ്യസായി. എങ്കിലും നല്ല കാലാവസ്ഥ, സുന്ദരമായ പ്രദേശങ്ങൾ. അങ്ങനെ നടന്ന് ഞാൻ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഈ മാർക്കറ്റിൻ്റെ പേര് സാൻ പെദ്രോ മാർക്കറ്റ് എന്നാണ്. ഈ സാൻ പെദ്രോ മാർക്കറ്റ് സ്പെയിൻകാർ ആരംഭിച്ച ഒരു മാർക്കറ്റാണ്. സ്പാനിഷ് ഭരണത്തിൻ്റെ സമയത്ത് സജീവമായിരുന്ന മാർക്കറ്റ്. ഒരു കാലത്ത് ഇതിന് സമീപത്തുള്ള പള്ളിയുടെ മുറ്റമായിരുന്നു മാർക്കറ്റായിരുന്നത്. പിന്നീട് ഒരു കെട്ടിടം പണിത് അതിനകത്തേക്ക് മാർക്കറ്റാക്കി. ഇപ്പോൾ ഒരു ഇൻഡോർ മാർക്കറ്റാണത്.
അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത് ഏറ്റവും സജീവമായ മാർക്കറ്റാണ്. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ സാൻ പെദ്രോ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജ്യൂസ് വിൽപ്പനയാണ്. ഫ്രഷ് ജ്യൂസ് വിൽക്കാൻ നിൽക്കുന്ന ആളുകൾ അപ്പം തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് അടിച്ചുണ്ടാക്കുകയാണ് ജ്യൂസ്. അതുണ്ടാക്കുന്നവർ ഡോക്ടർമാരെ കൂട്ട് വെളുത്തൊരു കോട്ടൊക്കെ ധരിച്ച് കയ്യുറയൊക്കെ ധരിച്ച് വളരെ വൃത്തിയിലാണ് നിൽക്കുന്നത്. പക്ഷേ പരിസരമൊന്നും അത്ര വൃത്തിയല്ല. പക്ഷേ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നവരൊക്കെ യൂണിഫോമിലാണ് നിൽക്കുന്നത്. അവിടെ വാഴപ്പഴം, പപ്പായ, മാങ്ങ, ട്രോപ്പിക്കൽ കാലാവസ്ഥയിലുള്ള എല്ലാ പഴങ്ങളും ഫ്രഷായിട്ട് അവിടെ അടിച്ചു കൊടുക്കും, ജ്യൂസാക്കി കൊടുക്കും. അതുകൂടാതെ തന്നെ മാംസം വിൽക്കുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ ഇറച്ചി വെറുതെ അങ്ങ് വിൽക്കുകയല്ല, പശുവിൻ്റെ മൂക്ക്, പശുവിൻ്റെ താടിയല്, പല്ലോട് കൂടിയുള്ള ആ താടി ഭാഗം, നാക്ക്, ഇങ്ങനെ ഇനം തിരിച്ചും മുറിച്ചും വെച്ചിട്ടുണ്ട്. വേറൊരു ഭാഗം മദ്യക്കടകളാണ്. ചന്തക്കകത്ത് ഒരു ഭാഗം മദ്യ ഷോപ്പുകളാണ്. ധാരാളം മദ്യ ബ്രാൻഡുകൾ നിരത്തി വെച്ചിരിക്കുന്നു. ആർക്ക് വേണേൽ വെച്ചെല്ലാം വാങ്ങാം, പോകാം. അങ്ങനെ ആ മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നഗരത്തിലെ നിരവധി കാഴ്ചകളിലൂടെ പോയി. ഞാൻ അതെല്ലാം വിശദമാക്കുന്നില്ല, അതെല്ലാം സഞ്ചാരത്തിൽ വിശദമായി കാണിച്ചതാണ്. അടുത്തതായിട്ട് എനിക്ക് പോകേണ്ടത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നായ സൂര്യഭഗവാന്റെ ക്ഷേത്രം കാണാൻ പോകണം. അവിടേക്കാണ് പോകേണ്ടത്. അങ്ങോട്ട് കുറേ ദൂരം നടക്കാനുണ്ട്. ഞാൻ നടന്നു. അങ്ങനെ നമ്മൾ നടന്നെത്തുന്നത് ഒരു പള്ളിയുടെ മുന്നിലേക്കാണ്. ഒരു ക്രിസ്ത്യൻ പള്ളി. മാപ്പിൽ നോക്കുമ്പോൾ അവിടെയാണ് കോറിക്കഞ്ച എന്ന് പറയുന്നതാണ് സൂര്യഭഗവാന്റെ ക്ഷേത്രം, സുവർണക്ഷേത്രം. മാപ്പിനകത്ത് കോറിക്കഞ്ച എന്ന് പറഞ്ഞ് ഇവിടം കാണിക്കുന്നു, പക്ഷേ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇതെന്താണ് സംഭവം? ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വായിച്ചു. അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഈ പള്ളി ഇരിക്കുന്നിടത്തായിരുന്നു ഇവരുടെ ചക്രവർത്തിയായിരുന്ന പാച്ചാക്കുട്ടി പണിത സൂര്യക്ഷേത്രം ഉണ്ടായിരുന്നത്, സുവർണക്ഷേത്രം ഉണ്ടായിരുന്നത്. സ്പെയിൻകാർ ഇടിച്ച് പൊളിച്ച് കളഞ്ഞത്. എന്നിട്ട് അവിടെ ഈ പള്ളി പണിയുകയായിരുന്നു. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ വിരിച്ചിരുന്ന കോടാനുകോടി രൂപയുടെ, ഇന്നത്തെ വിലക്കെടുത്ത് കഴിഞ്ഞാൽ കോടാനുകോടി ഡോളറിൻ്റെ സുവർണ ഫലകങ്ങൾ മുഴുവൻ കടത്തിക്കൊണ്ടുപോയി. മേൽക്കൂര മേഞ്ഞിരുന്ന സ്വർണം കൊണ്ടുള്ള വൈക്കോൽ പോലെ സ്വർണ്ണ നാരുകൾ കൊണ്ടും ഒരു വലിയ ക്ഷേത്രം മുഴുവൻ മേൽക്കൂര മേഞ്ഞിരുന്ന ആ സ്വർണം മുഴുവൻ കൊണ്ടുപോയി. അതിനുള്ളിലെ അപൂർവ രത്നങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി. കോടാനുകോടി സമ്പത്ത് കൊള്ളയടിച്ച് അവരുടെ ക്ഷേത്രം തകർത്ത് കളഞ്ഞ് അവരുടെ രാജാവ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നു കളഞ്ഞാണ് അവർ ആ സംസ്കാരത്തെ മായ്ച്ചു കളയാൻ ശ്രമിച്ചത്. കാലം മാറി. ഈ നാട്ടുകാർ തന്നെ, ആ ജനങ്ങൾ തന്നെ അവരുടെ പാച്ചാക്കുട്ടി എന്ന ചക്രവർത്തിയും പാച്ചാക്കുട്ടി എന്ന രാജാവും അവരുടെ സൂര്യക്ഷേത്രവും ഇന്ന് അതിൻ്റെ സ്മാരകമാക്കി നിലനിർത്തിയിരിക്കുകയാണ്. അവശേഷിക്കുന്നതിനെയൊക്കെ അതിൻ്റെ സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നു. ആ കുറ്റബോധത്തോടെ അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. ആ പള്ളിയും അവിടെ നിൽക്കുന്ന ഒരു കുറ്റബോധത്തോടെയാണെന്ന് ആ നിപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നി. 1654 പാച്ചാക്കുട്ടി രാജാവ് ഈ സുവർണക്ഷേത്രം പണിയുന്നത്. ഈ കോറിക്കഞ്ച ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും തകർന്നു പോയിട്ടില്ല. കുറേ ഭാഗങ്ങൾ, ഭിത്തികൾ നമുക്കവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ഭിത്തികൾ കാണുമ്പോഴാണ് ആ ക്ഷേത്രം എത്ര ഗംഭീരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കല്ലിനോടൊന്ന് ചേർന്നിരിക്കുമ്പോൾ പോലും ആ കല്ലുകൾക്കിടയിലേക്ക് ഒരു മൊട്ടുസൂചി പോലും നമുക്ക് കയറ്റാൻ പറ്റാത്തത്ര ചേർന്നിരിക്കുന്നു. യാതൊരു പ്ലാസ്റ്ററും ഇല്ല, യാതൊന്നും യോജിപ്പിക്കാനില്ല. കല്ലിനോട് ചേർന്നിരിക്കുന്ന അതിഗംഭീരമായൊരു നിർമ്മാണ വിദ്യ. ആ കല്ലിനെ ചെത്തിയെടുത്ത് എത്രയോ പതിറ്റാണ്ടുകൾ, എത്രയോ ആയിരക്കണക്കിന് പ്രതിഭകളുടെ അധ്വാന ഫലമായിരുന്നിരിക്കണം ആ ക്ഷേത്രം. അവരുടെ ഏറ്റവും അഭിമാനമായിരുന്ന സൂര്യഭഗവാന്റെ ക്ഷേത്രം. സൂര്യഭഗവാൻ ഉദിച്ചുയർന്നു കഴിയുമ്പോൾ വെട്ടിത്തിളങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അതിൻ്റെ മേൽക്കൂര മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞത്. ഉച്ചനേരത്തൊക്കെ ആ ക്ഷേത്രം എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് മനക്കണ്ണിൽ കാണാൻ കഴിയൂ. അതിൻ്റെ ചില ചിത്രങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏതു രാജ്യത്തും നിലനിന്നിരുന്ന സംസ്കാരത്തെ ഉഴുതുമറിച്ചുകൊണ്ട് പുതിയ സംസ്കാരങ്ങൾ വന്നിട്ടുണ്ട്. ഈ പെറുവിലൊക്കെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഇൻകകൾ മുഴുവൻ കൺവേർട്ടഡായി മാറിയതോടുകൂടി പിന്നീട് അതിനെതിരെ പ്രതിഷേധിക്കാനോ വിപ്ലവം നടത്താനോ തിരിച്ചു പഴയപടി ക്ഷേത്രമാക്കണമെന്ന് വാദിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സംസ്കാരം തന്നെ കെട്ടടഞ്ഞുപോയി. ഇൻകകൾ, അസ്തക്കുകൾ, മായന്മാർ എന്നിങ്ങനെയുള്ള എത്രയോ വിഭാഗങ്ങൾ വസിച്ചിരുന്ന പ്രദേശമാണ് അമേരിക്കൻ നാടുകൾ. ആ അമേരിക്കൻ നാടുകളുടെ സംസ്കാരങ്ങളെല്ലാം ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് അസ്തമിച്ചില്ലാതായിപ്പോയി. പക്ഷേ അവരുടെ പിന്മുറക്കാർ ഇന്നും ആ നഗരങ്ങളിൽ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവരുടെ രൂപം കാണുമ്പോൾ നമുക്ക് ആ പൂർവികരെ ഓർമ്മ വരും. ആ ചരിത്രാവശേഷിപ്പുകളെ ഇന്നത്തെ തലമുറ വളരെ അഭിമാനത്തോടെ മാതൃകാപരമായി സംരക്ഷിക്കുന്നുണ്ട്. ആ ചരിത്രം ഓർത്തുകൊണ്ട് ഞാൻ തിരിച്ച് പ്ലാസ ഡി മയോറിലേക്ക് നടന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9954442222 എന്ന നമ്പറിലേക്ക്
ഇന്ത്യ എന്ന് SMS ചെയ്യൂ.